രാജ്യത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് അല്പം പ്രകൃതി വർണ്ണനയൊക്കെ നടത്തിയ ശേഷം പരിപൂർണമായും ഒരു ഹിന്ദു ഭക്തിഗാനമായി ക്ഷേത്രത്തിലോ വീട്ടിലോ ആരാധനാ സമയത്ത് ആലപിക്കാവുന്ന ഒരു ഗാനത്തെ ദേശീയ ഗീതം എന്നവരിൽ അവതരിപ്പിച്ചുകൊണ്ട് അനേകരെ ഹൈന്ദവവൽക്കരിക്കാനും കാവ്യവൽക്കരിക്കാനുമുള്ള ശ്രമങ്ങളെയാണ് ആശങ്കയോടെ കാണുന്നത്. രാജ്യത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നതിൽ ആശങ്കയില്ല, ദേവീസ്തുതി പാടുന്നതിലും ആശങ്കയില്ല. അത് പാടുന്നവർ പാടട്ടെ. മറ്റു മതസ്ഥരും ദേവീസ്തുതി ആലപിക്കണമെന്ന് കൽപ്പന പുറപ്പെടുവിച്ച് എല്ലാവരെയും ശിക്ഷിക്കാനുള്ള കുരുക്കൊരുക്കി വയ്ക്കുന്നതിലേ ആശങ്കയുള്ളൂ. ഇതിലെ ചില വരികൾ നമുക്കൊന്ന് വിലയിരുത്താം. സുഹാസിനി, സുഭാഷിണി എന്ന വരികളൊക്കെ അതിലുണ്ടല്ലോ. അതായത് നല്ല മധുരമായി സംസാരിക്കുന്നവളെ എന്നാണ് രാജ്യത്തെക്കുറിച്ച് പറയുന്നത്. ഈ ദേശസ്നേഹവും ദേശഭക്തിയും ഹോൾസെയിലായും റീറ്റെയിലായും വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നവരെങ്കിലും മധുരമായി സംസാരിക്കണമായിരുന്നു. അവരുടെ വായിൽ നിന്ന് ഉതിരുന്നതെല്ലാം വിഷലിപ്തമായ വാക്കുകളാണ്. ഈ രാജ്യസ്നേഹം പറയുകയും ദേശഭക്തി പറയുകയും ചെയ്യുന്ന സംഗീത ചാനലുകളിൽ വന്നിട്ടുള്ള ഓരോ വീഡിയോകളും ഓരോരുത്തരുടെ സ്റ്റേജിലെ പ്രസംഗങ്ങളും ഒന്ന് വിലയിരുത്തിയാൽ മതി. അന്യമതസ്ഥർക്കെതിരെ വിഷം ചീറ്റുകയാണ്. ദേശീയ ഗീതം ഇന്ത്യയുടെ ഒരു മതേതര മുഖമല്ല കാണിക്കുന്നത്. ഇവിടുത്തെ പ്രമുഖ മതങ്ങളുടെ ആരാധനാപാത്രങ്ങളുടെ പേരുകളും സ്തുതിഗീതങ്ങളും ഉൾപ്പെടുത്തിയായിരുന്നു ഈ ദേശഭക്തി ഗാനം അവതരിപ്പിക്കപ്പെട്ടിരുന്നെങ്കിൽ ഇന്ന് BJP ഗവൺമെൻറ്റോ സംഘപരിവാർ വേട്ടനായ്ക്കളോ ഈ ഗീതം ആലപിക്കുവാൻ നിയമക്കുരുക്ക് വെച്ച് നിർബന്ധിക്കുമായിരുന്നോ? മതഭക്തി വർദ്ധിപ്പിച്ച് ഒരു മതരാഷ്ട്രവാദത്തെ വളർത്തിക്കൊണ്ടുവരാൻ മാത്രമാണ് ഇത് ഗുണം ചെയ്യുക എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നിർബന്ധിക്കുമ്പോഴാണ് ഇതിലെ അപകടം മണത്തറിയേണ്ടത്. ഇത് ഇന്ത്യയുടെ മതേതര മുഖമല്ല, ഇന്ത്യയുടെ മതരാഷ്ട്ര മുഖമാണ് ഈ ഗീതം വെളിപ്പെടുത്തുന്നത് എന്ന് വ്യക്തമാണ്.